ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ജനന നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ദമ്പതികൾ കുട്ടികൾ വേണ്ടെന്ന് വെച്ച് ചൈൽഡ് ഫ്രീ ജീവിതം തിരഞ്ഞെടുക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. രാജ്യത്തിന്റെ ജനസംഖ്യ നിലനിർത്താൻ ശരാശരി 2.1 എന്ന ജനന നിരക്ക് ആവശ്യമായിരിക്കെ ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ഇതിലും താഴെയാണ് സ്ഥിതി. ദമ്പതികൾ കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നതിനും ജനന നിരക്ക് കുറയുന്നതിനും പല കാരണങ്ങളുണ്ട്. ഏറെ പാരമ്പര്യമുള്ളതും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതുമായ മെഡിക്കൽ ജേർണലാണ് ലാൻസെറ്റ്. ഇവരുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ലാൻസെറ്റ് പഠനപ്രകാരം ലോകത്തെ 2050 ആകുമ്പോഴേക്ക് 3-4 രാജ്യങ്ങളിലും ജനന നിരക്ക് വലിയ തോതിൽ കുറയും. രാജ്യത്തെ ജനസംഖ്യ കുറയാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ സ്ത്രീക്കും ശരാശരി 2 അതിലധികമോ കുട്ടികൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും ഇതിലും താഴെയാണ് അവസ്ഥ. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ശരാശരി 2-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിനർത്ഥം പഴയതുപോലെ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഇന്ത്യൻ കുടുംബങ്ങളിൽ ഇല്ല എന്നതാണ്. കുട്ടികളെ വളർത്തുന്നതിനുള്ള ഭീമമായ സാമ്പത്തിക ചിലവ് തന്നെയാണ് പ്രധാന കാരണം. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നതും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ജീവിത ചിലവ് വർദ്ധിക്കുകയും സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ ദമ്പതികൾ കുട്ടികളില്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉന്നത വിദ്യാഭ്യാസത്തിനും കരിയറിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയോ മാതൃത്വം കരിയറിന് തടസ്സമാവുമോ എന്ന ഭയം കാരണമോ കുട്ടികൾ ഉണ്ടാകുന്നത് മാറ്റിവെക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യുന്നു. ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതും കരിയറിൽ ശ്രദ്ധിക്കുന്നതും വിവാഹപ്രായം വൈകാൻ കാരണമാകുന്നു. ഇതും ജനന നിരക്ക് കുറയ്ക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിന് മുൻഗണന നൽകുന്ന ദമ്പതികൾ ഇപ്പോൾ കൂടി വരികയാണ്. കുട്ടികളുടെ ഉത്തരവാദിത്വമില്ലാത്ത കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വളർത്തുന്നതിലെ സമ്മർദ്ദം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതും പ്രധാന ഘടകമാണ്. വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ കാരണം ചിലർ അടുത്ത തലമുറയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാനും മടിക്കുന്നു. മറ്റൊരു കാരണം വന്ധ്യതയാണ്. ആധുനിക ജീവിതശൈലിയും വൈകിയുള്ള വിവാഹവും കാരണം ഗർഭധാരണ ശേഷി കുറയുന്നത് പ്രശ്നമായി മാറുന്നുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികളെ സമൂഹം മുൻപ് വിമർശിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഈ തീരുമാനത്തെ കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഈ ജനന നിരക്കിലെ കുറവ് പല രാജ്യങ്ങൾക്കും ഭാവിയിൽ വലിയ സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ നേട്ടമെന്നത് ഇവിടുത്തെ യുവശക്തിയാണ്. ഏറ്റവും അധികം യുവജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ. എന്നാൽ ജനന നിരക്ക് കുറഞ്ഞാൽ ഈ യുവശക്തി കുറയും. ഭാവിയിൽ ജോലി ചെയ്യാൻ ആളുകൾ കുറയും. വയോജനങ്ങളുടെ എണ്ണം കൂടും. അവരെ നോക്കേണ്ടവരുടെ എണ്ണം കുറയും. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് സർക്കാർ പ്രോത്സാഹനം നൽകുന്നതല്ല അതിന് പ്രതിവിധി. പകരം ജോലികൾ, കുറഞ്ഞ ചെലവിൽ വീടുകൾ, നല്ല ശിശുപരിപാലന കേന്ദ്രങ്ങൾ എന്നിവ ഉറപ്പാക്കുകയാണ് വേണ്ടത്. കാരണം ആളുകൾ കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിനുള്ള നല്ല സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം.